ഇന്ദിരയുടെ സഹോദരൻ നമ്മോടൊപ്പം ഉണ്ട്. മരിച്ച ഇന്ദിരയുടെ സഹോദരൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സുരേഷ്, താങ്കൾ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ ആ, പ്രധാനമായും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താണ് സംഭവിച്ചത്? മോർച്ചറിയിൽ നിന്നും ബലമായിട്ടാണ് മൃതദേഹം എടുത്തുകൊണ്ടുപോയത് എന്ന ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഉന്നയിച്ചത്. മോർച്ചറിന്ന് ബലമായിട്ട് കൊണ്ടുപോയത് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവായിട്ട് ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രതിഷേധത്തിന് ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയവൽക്കരിച്ച് അങ്ങനെ ബലമായി പോയിട്ട് കൊണ്ടുപോയതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. അല്ല, പ്രതിഷേധത്തിന് ഞങ്ങൾ യോജിപ്പായിരുന്നു. അപ്പൊ എൻ്റെ പെങ്ങളാ മരിച്ചത്. പെങ്ങളും മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ അളിയനോടും പെങ്ങളുടെ മോനോടും ഇവരിങ്ങനെ ചോദിച്ചിരുന്നു. എന്നോട് ചോദിച്ചിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ കൊന്നത്തടിയിലാണ് താമസിക്കുന്നത്. കൊന്നത്തടിയിൽ നിന്ന് ഞാൻ വന്ന് അവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്ന സമയത്തായിരുന്നു ഇവര് ബോഡി എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഇത് സംഭവം എന്നാ ഏതാന്ന് എനിക്കറിയില്ലായിരുന്നേ. അപ്പൊ ഞാൻ ആ കൂടെ പോയി അവിടെ ഇരുന്ന് വെയിലായിപ്പോ ഇത് വേണം, ബ്രീസർ വേണമെന്ന് പറഞ്ഞ് ബ്രീസർ വേണമെന്ന് വെച്ച് ബ്രീസറിനകത്ത് വെച്ചോണ്ടിരുന്നു. അപ്പൊ ഇത് ഒരു രാഷ്ട്രീയമായിട്ട് അങ്ങ് ചിത്രീകരിച്ച് രാഷ്ട്രീയമായിട്ട് പോയതിനോട് ഉള്ള എതിർപ്പ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അല്ലാതെ പ്രതിഷേധത്തിന് ഞങ്ങൾ എതിർപ്പല്ല. ഇപ്പൊ വേറെ ഏതോ ചാനലിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ രണ്ടായിട്ട് തിരിഞ്ഞു. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഞങ്ങള് യോജിപ്പ് തന്നെയാ. എന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ അളിയനോ അല്ലെങ്കിൽ എന്റെ മരുമക്കളോ ഒന്നും എതിർപ്പ് പറയില്ല. അപ്പൊ ഏതോ ഒരു ചാനലിൽ, മനോരമ ചാനലിൽ ഞങ്ങളിങ്ങനെ ബന്ധുക്കൾ രണ്ടായിട്ട് തിരിഞ്ഞ് എതിർപ്പ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് തീർത്തും തെറ്റാണേ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ഉണ്ടാവില്ല. രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. പക്ഷേ ഇക്കാര്യത്തിലൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് അനുവാദം ചോദിച്ചിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ രാഷ്ട്രീയമായി സമരം നടത്തുന്നതിനോട് യോജിപ്പില്ലായിരുന്നു. ഒരു പൊതുസമരം, നാട്ടുകാർക്ക് വേണ്ടിയുള്ള സമരമായിരുന്നെങ്കിൽ അനുവദിക്കുമായിരുന്നു എന്നാണ്. പൊതുസമരം ഇത് ആയിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു ആവശ്യം മാത്രമല്ല, ഈ നാടിന്റെ ഒരു ആവശ്യമായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധത്തിന് സമ്മതിച്ചത് തന്നെ. നാടിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെല്ലാം സ്ഥലം ഇട്ടേച്ച് പോകുന്ന ഒരു സാഹചര്യം, ഇട്ടേച്ച് വാടകയ്ക്കൊക്കെ പോകുന്ന സാഹചര്യം. ആന ഇങ്ങനെ നിരന്തര ശല്യമാണ്. പക്ഷെ ആളുദ്രവമായിട്ട് അക്രമമായിട്ടുണ്ടാകുന്നത് ഇതാദ്യ സംഭവമാണ്. പക്ഷേ ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണനോടും മകനോടും രാജീവും ഞാൻ ചോദിച്ചത്, ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണനോടും മകനോടും അനുവാദം ചോദിച്ചിട്ടാണ് അവരെ മോർച്ചറിയിൽ നിന്ന് ഭൗതിക ശരീരം കൊണ്ടുപോയത്. അല്ല, ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേജിലല്ല അവർ അനുവാദം കൊടുത്തത്. പൊതു ആയിട്ട് എല്ലാവരും കൂടി ഒരു പ്രതിഷേധം നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഇവരെ. അങ്ങനെ ആവശ്യപ്പെട്ട് കൊണ്ടുപോയി അതിന് നമ്മൾ അനുമതി കൊടുത്തതാണ്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു. ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പറഞ്ഞോളൂ സാർ, പൂർത്തിയാക്കൂ. മൃതദേഹത്തിനോട് അനാദരവ് കാണിച്ചു എന്ന് പറയുന്ന ഇതാണ്. ശരിക്കും ഇവര് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ബലമായിട്ട് കൊണ്ടുപോയതിനകത്താണ് നമ്മൾ അനാദരവ് കാണിച്ചെന്ന് പറയുന്നത്. പൊതുവായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിന് തയ്യാറല്ല. ഇവിടെ തിരിച്ച് അതേപോലെ തന്നെ പോലീസും മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നുള്ള ആക്ഷേപമുണ്ട്. ഇല്ല, പോലീസ് അങ്ങനെ അനാദരവ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ബോഡി കിട്ടിയെങ്കിൽ ഇതിനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവർ ബോഡി കൊണ്ടുപോകാൻ വന്നത്. പക്ഷെ ഞാൻ അത് അറിയാതെയാണ് ഞാൻ അതിന് ഒബ്ജക്ഷൻ പറഞ്ഞത്. പക്ഷെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അതിന് ഫുൾ സപ്പോർട്ട് തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു ബോഡി പോലീസ് ഇപ്പോൾ സമരക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാനൊക്കെ പാടുണ്ടോ? ആ നിലയിലുള്ള ബലപ്രയോഗം പോലീസ് നടത്താൻ പാടുണ്ടായിരുന്നോ? ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് താങ്കൾ സഹോദരനോ അല്ലെങ്കിൽ ഭർത്താവ് രാമകൃഷ്ണനോ പോയി സമരക്കാരോട് നിങ്ങളുടെ സമരം അവസാനിപ്പിച്ചോളൂ, ഞങ്ങൾക്ക് ബോഡി തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ അവർ തരില്ലായിരുന്നോ? അങ്ങനെ ഒരു സാഹചര്യമൊന്നും അല്ല സാറേ. സാറിന്റെ ആരെങ്കിലും മരിച്ചെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഇതായിട്ടാവുള്ളൂ. ഇപ്പൊ എന്റെ സഹോദരി മരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് എന്റെ സ്ഥാനത്ത് നിന്ന് സാറൊന്ന് ആലോചിച്ച് നോക്കാം. അല്ലെ ഭാര്യ മരിക്കുന്ന ഒരു ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഒരു അമ്മ മരിക്കുന്ന മകന്റെ ഒരു വികാരം ഒന്ന് സാറ് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയുള്ള ഒരു വികാരങ്ങളിൽ ചിലപ്പോൾ നമ്മള് പറയാൻ പാടില്ലാത്തോ അല്ലെ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ അത് നമ്മള് വാർത്തയിലോ അല്ലെ രാഷ്ട്രീയ പർവ്വതീകരിക്കാനൊക്കെ നമ്മളതിന് നിൽക്കുന്ന ഒരു സമയമല്ലോ. അന്നേരം നമുക്കതല്ലല്ലോ ആവശ്യം. ഇക്കാര്യത്തില് ഈ സമയത്ത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത്.
ഈ കാര്യങ്ങളിൽ ആ സമയത്ത് ശ്രീ രാമകൃഷ്ണനുമായി, അതായത് ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണനുമായിട്ടൊരു ആശയവിനിമയം ഉണ്ടായിരുന്നില്ലേ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്നെ സംബന്ധിച്ച്? ആ- ആ- ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം എല്ലാവരും സാറേ. ഞാൻ കൊന്നത്തടിയിലാണ് താമസിക്കുന്നത്. ഞാൻ കൊന്നത്തടിയിൽ നിന്ന് ശരിക്കും സംഭവം പറഞ്ഞ് സ്കൂട്ടിക്കാ വന്നെ. സ്കൂട്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ തന്നെ ഈ ബോഡി എടുത്തുകൊണ്ട് പോവുക. അപ്പൊ ഇത് സംഭവം എന്നാന്നറിയാം, കഥ അറിയാതെയാണ് ഞാൻ ആ കൂടെ പോകാനുണ്ടായ സാഹചര്യം. ഉം, ഉം. പക്ഷെ പോലീസിന്റെ ഒരു ഉന്തും തള്ളലും താങ്കൾക്കും കൂടി ആ ഘട്ടത്തിൽ താങ്കൾ കൂടി അതിനിടയിൽ പെട്ടിരുന്നു. അതെന്റെ കയ്യിലുള്ള പാളിച്ച കൊണ്ട് തന്നെയാ. പാളിച്ച കൊണ്ടെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുപോകാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ലാതെ ഞാൻ തരില്ല എന്നും പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിച്ചത് കൊണ്ട് അവരെന്നെ ബലം പ്രയോഗിക്കേണ്ടി വന്നേ. അതിനെനിക്ക് പരാതിയില്ല. പോലീസ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം, സർക്കാരിൽ കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് ഉറപ്പും തന്നു. സാമ്പത്തിക സഹായം ഓൾറെഡി അന്നേരം തന്നെ തരുകയും ചെയ്തു. പോലീസിന്റെ ബലപ്രയോഗം ഉണ്ടായിരുന്നു താങ്കളുടെ നേർക്ക്? പോലീസിന്റെ ബലപ്രയോഗം ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്. അവര് മാറാൻ പറഞ്ഞ് ഞാൻ മാറാത്തിന്റെ പേരിലാണ് എന്നെ പിടിച്ചു മാറ്റിയത്. ഉം, ഉം. അല്ല, താങ്കളാണ് സഹോദരൻ, താങ്കളോട് വണ്ടി മാറാൻ കയറ്റിയൊന്നുമില്ല. പറയണമെങ്കിൽ വണ്ടി താങ്കളുടെ കയറ്റി അനുവാദത്തോടു കൂടിയേ അതെ, പോലീസിന് ഞാൻ താങ്കളെ ബലപ്രയോഗം നടത്തി അവിടെ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. കാരണം താങ്കളുടെ സഹോദരിയുടെ മൃതദേഹത്തിനോടൊപ്പമാണ് താങ്കൾ നിൽക്കുന്നത്. അല്ല, അതെ, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യമൊന്നും അല്ല സാറേ. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അങ്ങനെ ലളിതമായിട്ട് ചിന്തിക്കാനോ അല്ലെ സൗമ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുമല്ലോ. റൈറ്റ്. വളരെ നന്ദി ശ്രീ സുരേഷ് ഈ ഘട്ടത്തിലും പ്രതികരിച്ചതിന്.